ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. കുറേ നാളെ നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നൊരു സിനിമ എന്ന് പറയുന്നത് ബാഡ് ബോയ്സിൻ്റെ ഒരു റീസെൻ്റ്ലി ഇറങ്ങിയ പുതിയ പാർട്ടാണ്. എനിക്ക് തോന്നുന്നുണ്ട് റൈഡ് ഓർ ഡൈ. നമ്മുടെ വിൽ സ്മിത്ത് ഒക്കെ, മാർട്ടിൻ ലോറൻസ് ഒക്കെ, ഓക്കെ, അവരൊക്കെ ലീഡിങ് റോളിൽ വന്നിട്ടുള്ള ഒരു മൂവിയാണ്. ഈ മൂവിയെ പറ്റി ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഒരു ക്ലീഷേ പ്ലോട്ടാണ്, പക്ക ക്ലീഷേ പ്ലോട്ടാണ്. രണ്ട് വ്യക്തികൾ അവരുടെ കരിയറിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നം, എസ്പെഷ്യലി ഒരാൾ ഒരു സിറ്റുവേഷനിൽ പെട്ടിരിക്കുകയാണ്. സോ അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ഇവർ രണ്ടുപേരും ശ്രമിക്കുകയാണ്. അത് പിന്നെ സോൾവ് ആവില്ല എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ പറയുന്നത്. ആൻഡ് മെയിനായിട്ട് ഇതൊരു കോമഡി ആക്ഷൻ ജേണലിൽ വരുന്ന ഒരു സിനിമയാണ്. സോ വിൽ സ്മിത്തിൻ്റെ പടമായതുകൊണ്ട് തന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളിക്കാരൻ്റെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ അടിപൊളിയാണ്. സ്ക്രീൻ പ്രസൻസ് ഒക്കെ അടിപൊളിയാണ് എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ നമുക്ക് നിരത്തി ഒരുപാട് പറയാനുണ്ട്. അതിലോട്ടൊന്നും നമ്മൾ കിടക്കുന്നില്ല. മെയിനായിട്ടൊരു കാര്യം പറയാം, ഇതൊരു ആവറേജ് ജേണൽ വരുന്നൊരു സിനിമയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിനിമ ഒരിക്കലും മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം. കാരണം എങ്ങനെയായിരിക്കും അവർ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റില്ല. എനിക്ക് സിനിമ ഒരു ആവറേജ് ആയിട്ട് തോന്നി. മറ്റുള്ളവർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതും കണ്ടു തന്നെ അറിയണം. സോ ഒരു 5 ഒക്കെ ആണെങ്കിൽ നമുക്ക് 10 റേറ്റിംഗ് കൊടുക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു സിനിമയിൽ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയൊക്കെ പക്കയാണ്. നല്ല രീതിയിൽ മേക്കിങ്സും അതുപോലെ തന്നെ നല്ല രീതിയിൽ ആ ഒരു ഫൈറ്റ് സീക്വൻസും ആൻഡ് എക്സ്പെഷ്യലി ആ ഒരു ആക്ഷൻ ലൈറ്റായിട്ട് കാണിക്കുന്ന സീക്വൻസ് ഒക്കെ തന്നെ അതിഗംഭീരമാണ്. സോ അതൊക്കെ അടിപൊളിയാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് പടം ഫുൾ ക്ലീഷയാണ്, പ്രെഡിക്റ്റബിൾ ആണ്. ഒരു എവിടെ ചെന്ന് തീരും, എങ്ങനെയാണ് സ്ക്രീനിലടുത്ത് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഒരുപാട് ഇനം. സോ അത് തന്നെ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരു പുത്തൻ പ്ലോട്ടുമായിട്ട് റൈഡ് ഓർ ഡൈ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. സോ എന്തായാലും നമുക്ക് മറ്റൊരു ബാഡ് ബോയ്സിൻ്റെ പാർട്ട് വരികയാണെങ്കിൽ അത് നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ വീണ്ടും സന്ദിപ്പം. ടേക്ക് കെയർ.